എല്ലാ എന്നെ ഇഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ബിഗ് ഹായ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ, ആസിഫ് അലി, അല്ലു അർജുൻ, അങ്ങനെ. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള രാജമൗലി, അങ്ങനെയുള്ള ബിഗ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റോളിംഗ് ഓഫ് ഇൻകം കോൺട്രിബ്യൂട്ടിങ് ചെയ്യാനുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജമൗലി അതിൽ നമ്പർ 1 പേഴ്സണാണ് ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ റിവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. രാം ചരൺ, അല്ലു അർജുൻ, പിന്നെ വിജയ് മെയിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ ഇപ്പോൾ വേൾഡ് മൊത്തം വിജയിനെ അറിയുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ജപ്പാൻ, അവിടെ ഇവിടെ എല്ലാം ഓൾ ഏരിയ, ഓൾ കൺട്രീസ്, അപ്പോൾ അത്രയും ഡെവലപ്മെൻറ്റഡ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അത്രയും കോൺട്രിബ്യൂഷൻ, ഇൻകം ആൻഡ് സെലിബ്രിറ്റി ലെവൽ ആൻഡ് ഫാൻസ് ലെവൽ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള വ്യൂയ്ക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രക്ചർ വേണമെങ്കിൽ ഫിലിംസിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഈ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആ ഫിലിമിൻ്റെ ഏകദേശം 50% കാര്യങ്ങൾ അതിൽ റിവ്യൂ ആയിട്ട് പറയാം. അതിൻ്റെ പേഴ്സണെ, ഒറിജിനൽ ക്യാരക്ടറിനെ കുറിച്ച് വ്യക്തമായി പറയും. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള പേഴ്സണാണ്. അതേമാതിരി ഇവർ ഈ ഫിലിമിൽ ഇത് ജോബായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് റോളിങ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബാരിയേഴ്സിനെ എങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് പോകണം എന്നുള്ള കഴിവ് വരെ ഈ പേഴ്സൺ ഉണ്ടാവും. അത് ക്യാരക്ടർ പേഴ്സണാണ്. അതിൻ്റെ അച്ചീവ്മെൻറ്റ് ചെയ്യേണ്ടതും ക്യാരക്ടർ പേഴ്സണാണ്. പക്ഷേ ഇവരത് ആക്ടിങ് ചെയ്ത് കാണിച്ച് അവരുടെ ജോബ് പർപ്പസിനായ കാരണം അവരത് പെട്ടെന്ന് ഡെവലപ്മെൻ്റായി പോകുന്നു. പക്ഷേ എനിക്കെന്താണെന്ന് പറയുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്നെ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറേ ഇൻകം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലിം അസോസിയേഷനിലും അതേമാതിരി സ്പോർട്സിൻ്റെ ഇതിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ ചെയ്യുന്നത് ഫിലിമിക്ക്. അപ്പോൾ അത് കാരണം എൻ്റെ സ്വന്തം പേഴ്സണ് എടുക്കുന്ന ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടാവുള്ളൂ, എന്നെ സംബന്ധിച്ചോളം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും തോട്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളും ഫിലിമിൽ വന്നിട്ടുമുണ്ട്. അത് ക്ലാരിറ്റി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മികവുറ്റൊരു സംഭവങ്ങളൊക്കെയാണ് രാജമൗലിയുടെ കുറച്ച് സിനിമ, പിന്നെ അതേമാതിരിയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ആ കാര്യങ്ങൾ ഇൻട്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാ സെലിബ്രിറ്റി ഫ്രണ്ട്സിനും ഫാൻസിനും പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾക്ക് എൻ്റെ ഒരു ബിഗ് ഹായ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫിലിം വിത്ത് സ്പോർട്സാണ്. അപ്പോൾ അതിൽ വേഗം ജോയിനിങ് ആവണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് മോഹൻലാൽ സാറിൻ്റെ ഫിലിം ഷൂട്ടിങ്ങിന് ഇടയിൽ നമുക്ക് കണക്റ്റിങ് ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇതേ ഇട്ടു തന്നു, റൂട്ട് മാപ്പ് ഇട്ടു തന്നു. പക്ഷെ ഞാൻ പോയില്ല. ഇനിയിപ്പോൾ അടുത്ത ഇൻട്രോയ്ക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇതിന് ബാക്കിൽ പോകണമെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കപ്പാസിറ്റി വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം വേണ്ട. കാരണം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ ഒരു ഇൻട്രോ പറഞ്ഞമാതിരി ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ പേഴ്സിൽ തന്നെ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പോൾ എൻ്റെ ഫിലിമും അതേമാതിരി സ്പോർട്സും. അത് വ്യക്തമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ ഫിലിം ലെവലിലുള്ള സെലിബ്രിറ്റികളുടെ അടുത്തും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ